മനസ് നാടക സംഘത്തിൻ്റെ സംഘാടകരോട് ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. നാടകം ആരംഭിക്കുന്നു. നാടകം അപഗമനം. രംഗത്ത് മാളു RS, അശ്വിനി ചന്ദ്. നാടകരചന രാജരാജേശ്വരി. സംഗീതം ഡിസൈൻ ആൻഡ് എക്സിക്യൂഷൻ രാജരാജേശ്വരി. സെറ്റ് ഡിസൈൻ സുധി ദേവയാനി. സംവിധാനം സുധി ദേവയാനി. ദീപ വിധാനം സൂര്യൻ. നാടകം ആരംഭിക്കുന്നു. അപഗമനം. ആരാത്? ആരാത്? എന്നെ ബുക്ക് ചെയ്യാൻ വന്നതാണോ? എന്നാൽ ഞാൻ ഇപ്പോഴൊന്നും എടുക്കുന്നില്ല. ഒരു മടുപ്പ്, ഒരു സ്തംഭനാവസ്ഥ. നിങ്ങളിപ്പോൾ എവിടെയാണ്? ഇവിടെയാണെങ്കിൽ വെളിച്ചവുമില്ല. എനിക്ക് കാണാനുള്ള വെട്ടമൊക്കെ ഇവിടെയുണ്ട്. ഇതിൽ കൂടുതലായാലും എൻ്റെ കാഴ്ചയ്ക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ദാ അവിടെ ഭിത്തിയിൽ സ്വിച്ചുണ്ട്. ആരാ നിങ്ങൾ? ഞാൻ അനന്യ. നടി കോകിലയല്ലേ? അതെ, കോകിലയാണ്. എന്ത് വേണം? എനിക്കെന്താ വേണ്ടേ? എനിക്ക് ജീവനുള്ള വാക്കുകൾ വേണം. എന്റെ പക്കൽ അതുണ്ടെന്ന് നിന്നോട് ആര് പറഞ്ഞു? നിങ്ങൾ അനേകം അരങ്ങുകൾ വാഴുന്ന നടിയല്ലേ? എത്രയെത്ര സംഭാഷണങ്ങൾ ഉരുവിട്ടിട്ടുണ്ടാകും. മനുഷ്യമനസ്സിന്റെ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കഥാപാത്രങ്ങളുടെ ശ്വാസമേറ്റ ജീവൻ നൽകിയത്, അവരുടെ വികാരങ്ങളാൽ തുറന്നത്. ആരെങ്കിലും എന്റെ വാക്കുകൾക്ക് ജീവനുണ്ടെന്നാണോ നീ പറയുന്നത്? അതെ, വാക്കുകൾക്ക് വല്ലാത്ത ഉണർവ് നൽകിയ കോകില എന്ന നടിയെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. പക്ഷെ നിനക്കത് മനസ്സിലാകില്ല. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും എനിക്കറിയില്ല. കാരണം ഞാനൊരു എഴുത്തുകാരിയല്ലല്ലോ. രചിക്കപ്പെട്ട വാക്കുകൾ ഉരുവിടുക മാത്രമല്ലേ എൻ്റെ ജോലി. അങ്ങനെയല്ല, നീ വാക്കുകൾക്ക് ജീവൻ കൊടുത്തവൾ. അരങ്ങിൽ എൻ്റെ വാക്കുകൾ ഓടി നടന്ന് തളർന്ന് യാന്ത്രികമായി മടുപ്പോടെ നിസ്സംഗമായ ചെവികളിൽ തട്ടി മരവിപ്പോടെ ഒതുങ്ങിയിരിക്കുകയാണ്. നീ
അടുപ്പിക്കുന്നവയായിരുന്നോ? ഡെസ്റ്റിമോണ, അതെ, നിന്റെ പ്രണയാർദ്രമായ വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ പ്രണയം അവനായി അംഗീകരിക്കുന്നു തോഴി. അവന്റെ ശാഠ്യങ്ങൾ, ശാസനകൾ, മുഷിച്ചിലുകൾ എല്ലാം എൻ്റെ വരദാനങ്ങളായി ഞാൻ കരുതി. നിന്റെ കഥാപാത്രങ്ങൾക്ക് അഴുകിയ ശവത്തിന്റെ ഗന്ധമല്ലേ? വേണ്ട, നീ എന്തിനാ വീണ്ടും ആ ചത്ത വാക്കുകൾ എഴുതി കൂട്ടുന്നു? വാക്കുകൾ വാക്കുകൾ എന്റെ ഉള്ളിൽ കിടന്ന് എന്നെ ശ്വാസം മുട്ടിക്കുന്നു. കാത്തിരിപ്പ്, പിണക്കം, ചതി, ജീവത്യാഗം, പവിത്രത, ചാരിത്രം, പുറത്തേക്ക് തള്ളിവിട്ടാൽ അവയുടെ ദുർഗന്ധം എന്നെ വീർപ്പ് മുട്ടിക്കുന്നു. നീ ഇത് കുടിക്കേ, എന്നിട്ട് സമാധാനമായിരിക്കും. നിന്റെ ഈ അസ്വസ്ഥതകൾ എന്റെ അസ്ഥികളെ വലിഞ്ഞു മുറുക്കുന്നു. ഇതിൽ നിന്റെ ചിരി കൃത്രിമമാണ്. ഇതെന്റെ ആദ്യകാല രചനകളിൽ ഒന്നാണ്. ഇതിന്റെ 10ഓ 15ഓ പതിപ്പുകൾ അച്ചടിച്ചിട്ടുണ്ട്. ഇപ്പോഴും അച്ചടിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. മധുരമുള്ള വാക്കുകൾ ധാരാളം ഉണ്ടല്ലോ ഇതിൽ. ഞാൻ എന്റെ പ്രണയസങ്കല്പങ്ങളിൽ തേൻ പുരട്ടി ഉള്ളിലെ കാമത്തിന്റെ ഊർജം പകർന്നുകൊണ്ട് ഞാൻ കാമുകിക്കായി എഴുതി.
കാത്ത് ഞാനിതാ വിരഹിണിയായ കാമുകിയായി അങ്ങയെ കാത്ത് ഇന്ന് ഇവിടെ ഇരിക്കുന്നു. കാമുകിയുടെ വാക്ക് നീട്ടിയും കുറുക്കിയും ആകർഷകമായി ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഈ വേദിയിൽ ആടി തിമിർത്തു. പനിമതേ മൂകിബാലേ പത്മനാഭനിൻ നെന്നിൽ പനിമതി മൂകിബാലേ പത്മനാഭനിൻ നെന്നിൽ കനിവിൽ കാമൻ പരമേയുന്നു കനിവില്ലായ കാമൻ പരമേയുന്നു. കേട്ടിരുന്നവർക്ക് ഇത് ഹരം നൽകിയിരുന്നിരിക്കണം. അരങ്ങുകൾ കീഴടക്കി ആ കാമുകി അങ്ങനെ വിലസി. എൻ്റെ അല്ല, ആ കാമുകിയുടെ പ്രവേശം. കാതടപ്പിക്കുന്ന കയ്യടിയോടുകൂടിയാണ് വരവേറ്റിരുന്നത്. മഹത്ത് എന്ന് പറയുന്ന പല കൃതികളിലെയും കാമുകിമാരായി ഞാൻ അങ്ങനെ അരങ്ങിൽ നിന്ന് അരങ്ങിലേക്ക് പാറി പാറി നടന്നു. പക്ഷേ അതിൽ ചില പ്രശ്നങ്ങൾ ഇല്ലാതില്ല. പലപ്പോഴും പലപ്പോഴും ദുഷ്യന്തൻ ഒഥല്ലോയായും റോമിയോ ഉപഗുപ്തനായും ഒക്കെ എനിക്ക് മാറിപ്പോകുമായിരുന്നു. കഥാപാത്രങ്ങളും നടനും എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ കാമുകിയായി ഞാൻ അങ്ങനെ എന്റെ കവിതാ സമാഹാരങ്ങളിൽ മൃതമായ വാക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവയാണെന്ന് അറിയിക്കുന്നതായിരുന്നു എന്റെ പ്രണയാനുഭവങ്ങളൊക്കെ. എന്റെ കവിതകളുടെ കച്ചവട മൂല്യം ഇത്തരം രചനകൾ എന്നോട് പിന്നെയും പിന്നെയും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. കാമുകൻ വഞ്ചിച്ചു. ജനപ്രിയ കഥകളിൽ കാമുകൻ ഒരിക്കലും വഞ്ചിക്കാനാവില്ല. അവൻ നിസ്സഹായൻ മാത്രമായിരിക്കും. എന്നാൽ പരാജയപ്പെട്ട പ്രണയ കവിതകളിലോ
പരാജയപ്പെട്ട പ്രണയ കവിതകളിൽ കാമുകിയാണല്ലോ വഞ്ചക. പരാജയപ്പെട്ട പ്രണയ കവിതകളിൽ കാമുകിയാണല്ലോ വഞ്ചക. ശ്ശേ. ശ്ശേ. ഓ, ഇത്രയുമായിട്ടും നിനക്കിതൊന്നും മനസ്സിലായിട്ടില്ലേ? ശ്ശേ. എന്തൊക്കെയാ നീ എഴുതുന്നത്? ഓ, ഇപ്പോൾ എഴുത്തായിരുന്നു. ഹേ, നീ ഒന്ന് സമാധാനമായിരിക്കെ എന്റെ കുഞ്ഞെ. അല്ല, കാമുകിയായി അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ഊർജ്ജമായിരുന്നു അല്ലേ? ഓ, അതിപ്പോ എങ്ങനെയാ പറയേണ്ടത്? അതൊരു ഒഴുക്കായിരുന്നു. ചിലപ്പോ നിറഞ്ഞ കയ്യടികൾ കിട്ടിയത് കൊണ്ടുമാവാം. എന്റെ ഓർമ്മയിൽ ആത്മാവിന്റെ ഉള്ളിൽ കൂട് കൂട്ടിയിരിക്കുന്ന നീ ഇല്ലെങ്കിൽ ഞാൻ വെറും നിങ്ങൾ വാക്കുകൾ ഉപയോഗിച്ച് നാവിൽ പശു പോലെ പരന്നിരിക്കുന്നത് കൊണ്ടാകും അത്. ഞാൻ എന്റെ നാവ് അകത്തേക്ക് വലിച്ചെടുത്ത് വീണ്ടും വീണ്ടും ആ സംഭാഷണങ്ങൾ ഉരുവിടുവാൻ തുടങ്ങി. അപ്പൊ മുടുപ്പ് തോന്നുമ്പോ നമുക്കുണ്ടാകുന്ന ശബ്ദങ്ങൾ ആ മടുപ്പ് നിങ്ങളുടെ കൈകാലുകളെ വലിഞ്ഞു മുറുക്കി. പ്രണയരംഗത്തിനായി ഒരുക്കിയ ആ മധുര സംഗീതത്തിന് ചേരാത്ത തരത്തിലായിരുന്നു എന്റെ ചലനങ്ങൾ. മ്യൂസിക്. അപ്പോ നാടകം അല്ല, നാടകത്തിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കിയോ? ഇല്ല, എനിക്ക് തുടരേണ്ടി വന്നിരുന്നു. സുഖമില്ലെങ്കിൽ റെസ്റ്റ് എടുത്തോളൂ എന്ന് സംവിധായകൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ? ഞാൻ വീണ്ടും മുറിയിലെത്തി എന്റെ സ്ക്രിപ്റ്റ് എടുത്ത് വായിക്കുവാൻ തുടങ്ങി. വളരെ പ്രയാസപ്പെട്ടായിരുന്നു ഞാൻ എന്റെ ഡയലോഗുകൾ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേയിരുന്നു. കുറെ കാലങ്ങളായി ഞാൻ എന്റെ സംഭാഷണങ്ങളുടെ ഭാവങ്ങളെ ഓരോരോ കള്ളികളിലായി ഭാഗം വച്ചിരുന്നു. ഇവിടെ കൊഞ്ചൽ, ഇവിടെ പിണക്കം, ഇവിടെ തേങ്ങൽ, ഇവിടെ അലർച്ച. അങ്ങനെ യാന്ത്രികമായി എന്റെ ഭാവങ്ങളെ ഭാഗം വച്ചിരുന്നു. നീ ദൈവത്തോട് എന്താണ് പ്രാർത്ഥിച്ചത്? നായകൻ ചോദിക്കുന്നു. അതെ, നീ അത് കൃത്യമായി പറഞ്ഞു. പക്ഷേ ഞാൻ
എന്റെ ഡയലോഗുകൾ മറന്നുപോയിരുന്നു. എന്റെ സ്ക്രിപ്റ്റിലേക്ക് ഞാൻ പാളി നോക്കി എന്റെ ഡയലോഗുകൾ കിട്ടിയിരുന്നു. പക്ഷേ കള്ളികളിലാക്കിയിരുന്ന എന്റെ ഭാവങ്ങൾ അവ മാറിപ്പോയി. നീ എന്റെ ഒപ്പമുണ്ടാകണം, കേട്ടല്ലോ? നീ എന്റെ ഒപ്പമുണ്ടാകണം, കേട്ടല്ലോ? സോറി കോകില, ഞാൻ ആ രംഗം അങ്ങനെ വിഭാവന ചെയ്യുകയായിരുന്നു. പാവം പാവം ആ സംവിധായകൻ. അയാളുടെ ഒരു അവസ്ഥ അല്ല, അത് കണ്ടിരുന്നവരുടെയൊക്കെ ഞാൻ കാരണം. പക്ഷേ എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. കാരണം എന്റെ നാവ് സ്വതന്ത്രമായിരുന്നു. ഞാൻ എന്റെ ഡയലോഗുകളെല്ലാം കൃത്യമായി പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ എന്റെ ഭാവങ്ങൾ തെറ്റിച്ചുകൊണ്ട്. കോകില, അപ്പോ അതിനുശേഷം താങ്കൾ അരങ്ങുകളൊന്നും കണ്ടിട്ടില്ലേ? ഞാനൊരു തൂവൽ പോലെ പറന്നു നടക്കുന്നതായി എനിക്ക് തോന്നിയിരുന്നു. സ്വതന്ത്രമായ എന്റെ നാവ് സ്വതന്ത്രമായ നാവ് ഉന്മാദത്തിലായിരുന്നു. കോകില, അപ്പോ താങ്കൾ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു എന്ന് കേട്ടല്ലോ, ശരിയാണോ? ഇല്ല, അത് വെറും കെട്ടുകഥ. അന്നും ഇന്നത്തെ പോലെ കെട്ടുകഥകൾ സർവ്വസാധാരണമായിരുന്നു. അല്ല, പ്രണയത്തിന്റെ രാജ്ഞിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? കുറേ വർഷങ്ങളായി എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ആലോചിച്ചു. പ്രണയരാജ്ഞിയായ എൻ്റെ കാമുകിമാർ എങ്ങനെയുള്ളവരായിരുന്നു? ആരുടെയൊക്കെ കാമുകിമാരെയാണ് ഞാൻ അവതരിപ്പിച്ചിരുന്നത്? എൻ്റെ പ്രണയം അങ്ങനെ ഒന്നുമല്ലായിരുന്നിട്ടും പ്രണയ കവിതകളിൽ വാക്കുകൾ അങ്ങനെ ഒഴുകി. കണ്ണുകൾ തമ്മിലുടക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരുതരം ആന്തൽ.
വെയിലേറ്റ് തിളങ്ങുന്ന ഒരു കത്തി കണ്ണിൽ പതിയും. രക്തം ചീറ്റിക്കൊണ്ട് ആ വാക്കുകൾ വലിച്ചു വീഴ്ത്തി. പിടഞ്ഞോടി രക്ഷപ്പെട്ടവരൊക്കെ വീണ്ടും വീണ്ടും കൂട്ടിച്ചേർത്ത് പ്രതീക്ഷയോടെ മൂർധാവിൽ ഒരു സ്നേഹ ചുംബനം ഏറ്റുവാങ്ങാനായി തല ഉയർത്തവേ. ഇരുമ്പുതണ്ടിന്റെ പ്രഹരമേറ്റ് ചിന്നിച്ചിതറേ ചതഞ്ഞാറേ വാക്കുകൾ കാണാൻ കഴിയും. എന്റെ പുസ്തകം എവിടെ? ഈ പുസ്തകത്തിൽ രക്തം കട്ടപിടിച്ചു കിടക്കുന്നു. ഈ പുസ്തകത്തിന്റെ പ്രകാശന വേളയായിരുന്നു അന്ന്. വേദിയിൽ പുസ്തകം പിടിച്ചുകൊണ്ട് മധ്യത്തിൽ നിന്ന് എന്റെ കൈകളിലൂടെ രക്തം വാർന്നൊഴുകി. ആരൊക്കെയോ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഓടി 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 എന്റെ ഫ്ലാറ്റിലെത്തി കിടക്കയിൽ കിടന്നു. നിന്റെ ഭാവനയുടെ ചരട് ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളിൽ കെട്ടിയിട്ടു. അല്ലായിരുന്നെങ്കിൽ അവ ഇവിടെയല്ല പറന്നു നടക്കുമായിരുന്നില്ലേ? ചോരയുടെയും വെടിമരുന്നിന്റെയും ദുർഗന്ധമില്ലാത്ത തെളിഞ്ഞ വായുവിലൂടെ ചിറകുവീശി പറന്ന് കളിക്കുമായിരുന്നില്ലേ? എന്റെ ഭാവനകൾ പട്ടം പോലെ എത്ര ഉയരം പറഞ്ഞാലും അവ കല്ലുപോലെ താഴെ വന്ന് പതിക്കും. എനിക്ക് ജീവനുള്ള വാക്കുകൾ നിനക്ക് നൽകാൻ കഴിയുമെന്ന് തോന്നുന്നു. മനുഷ്യ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വന്യതയെക്കുറിച്ച് പാടാതെ മധുര കവിതകൾ അടുക്കി വെച്ച് ഞാൻ എന്തിന് പ്രണയ കവിതകൾ എഴുതണം? ഞാൻ എന്തിനെഴുതണം?
കുറിച്ച് കവിതകൾ എഴുതാൻ എന്റെ കയ്യിൽ വാക്കുകളില്ല. പ്രണയഗീതങ്ങൾ എഴുതുന്നത് പോലെ അത്ര എളുപ്പമല്ല വെറുപ്പിന്റെ കവിതകൾ രചിക്കാൻ. വെറുപ്പിനെ കുറിച്ച് പറയുവാൻ നീ എന്തിനിത്ര പാടുപെടുന്നു? വേണം. മരവിച്ച വാക്കുകൾ കരിങ്കല്ലുകളെ പോലെ പണിപ്പെട്ട് അടുക്കി വെച്ച് എനിക്ക് മനുഷ്യ മനസ്സിന്റെ വന്യതയെ കുറിച്ച് കവിതകൾ എഴുതണം. എങ്കിലേ വരണ്ട ഭൂമിയിൽ പണിപ്പെട്ട് കിളുത്തു വരുന്ന ആ പച്ചനാമ്പിന്റെ സ്നേഹത്തെ കുറിച്ച് പാടാൻ, ആ സ്നേഹത്തെ കുറിച്ച് എഴുതാൻ. പ്രിയ കലാകാരി, എനിക്ക് ജീവനുള്ള വാക്കുകൾ തരൂ. ഏതോ ചരിത്രരേഖ എന്ന പോലെ ചില്ലിട്ട് വച്ച ചിത്രം കണക്ക് ഞാൻ ഈ മാറാല കെട്ടിയ വീട്ടിൽ ഇതാ ഇവിടെ ഇരിക്കുന്നു. പരാജയപ്പെട്ടവർ പഴമയിൽ ഊറ്റം കൊള്ളും. നോക്ക്, ഈ മാറാലെങ്കിലും ഇല്ല. എന്റെ പ്രസിദ്ധങ്ങളായ പല കഥാപാത്രങ്ങളും ഈ മാറാലക്കെട്ടിൽ തൂങ്ങിയാടുന്നുണ്ട്. ഒന്നും ചെയ്യാനില്ലാതെ ഞാൻ ഈ കസേരയിൽ തളർന്നിരിക്കുമ്പോൾ ഈ മാറാലക്കെട്ടുകളിൽ നിന്നും അവരെന്നെ തല നീട്ടി നോക്കി സംസാരിക്കും. ഞാൻ അതൊക്കെ തല കുലുക്കി കേൾക്കുകയും ചെയ്യും. നാം എന്തിനു
എവിടെ തുടങ്ങണം? എങ്ങനെ തുടങ്ങണം? നമുക്കിവിടെ തുടങ്ങാം. അരങ്ങുകളിലെ കാഴ്ചകളെ നമുക്ക് പുതുക്കണം. എന്റെ വാക്കുകൾക്ക് ശക്തി കൂട്ടണം. വീടുകളിലെ വാതിലുകളും ജനാലകളും തുറന്ന് അകത്തു കടക്കണം. പാഠശാലകളുടെ അങ്കണങ്ങളിൽ പെണ്ണ് പറന്നു നടക്കട്ടെ. എന്റെ ഭാവങ്ങൾക്ക് തീവ്രതയേറുന്നു. അപഗമനം പൂർണ്ണമാകുന്നു. രംഗത്ത് മാളു ആർ എസ്, അശ്വിനി ചന്ദ്.